അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. കൂട്ടുകാരെ, ഞാനിവിടെ വന്നിരിക്കുന്നത് ഇസ്ലാമിൽ പ്രസിദ്ധമായ യൂസുഫിന്റെ ചരിത്രകഥ പറയാനാണ്. അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ പ്രധാനങ്ങളെ ചുരുക്കി പറയാം. വളരെ വർഷങ്ങൾക്ക് മുമ്പ് ലീനമായിരുന്ന ഒരു നഗരമുണ്ടായിരുന്നു. അവിടുത്തെ ജനങ്ങൾ വിഗ്രഹങ്ങൾ ആരാധിച്ചിരുന്നവരും ലജ്ജാകരമായ ജീവിതം നയിച്ചിരുന്നവരുമായിരുന്നു. അവർക്ക് സത്യദീനിനെ കുറിച്ച് പ്രബോധനം ചെയ്യാൻ അല്ലാഹു യൂസുഫിനെ നിയോഗിച്ചു. യൂസുഫ് അവരോട് പ്രബോധനം നടത്തിക്കൊണ്ട് പറഞ്ഞു, നിങ്ങൾ അല്ലാഹുവിൽ മാത്രം വിശ്വസിക്കുക, അവന്റെ കൽപ്പന അനുസരിക്കുകയും ചെയ്യുക. അല്ലാത്ത പക്ഷം അല്ലാഹു കടുത്ത ശിക്ഷ തരും. എന്നാൽ ലീനയിലെ യൂസുഫിന്റെ ഉപദേശങ്ങളെല്ലാം തള്ളിക്കളഞ്ഞു. പലതവണ ഉപദേശങ്ങൾ നൽകിയിട്ടും അവർ വൃത്തിയാത്ത പ്രവർത്തനത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരുന്നു. ഇത് കണ്ട യൂസുഫ് നിരാശനായി അവരെ ഉപേക്ഷിച്ച് കപ്പലിൽ കയറി പോവാനായി തീരുമാനിച്ചു. അല്ലാഹു അതിന് അനുമതിയിരുന്നില്ലെങ്കിലും അദ്ദേഹം ആ പട്ടണത്തിൽ നിന്ന് പുറപ്പെട്ടു. യൂസുഫ് പട്ടണത്തിൽ നിന്ന് പുറപ്പെട്ടവരെ ആകാശത്തിന്റെ നിറമാളം കഴിഞ്ഞു. അതവർക്ക് തീയിടുന്ന പോലെ തോന്നി. ജനങ്ങൾക്ക് ഭീതി നടന്നു. അതിൽ ഒരാൾ പറഞ്ഞു, ഇതാണ് യൂസുഫ് പറഞ്ഞ ശിക്ഷ. മറ്റൊരാൾ പറഞ്ഞു, യൂസുഫ് പറഞ്ഞ ശരിയാണ്. ആദ്യ സമൂഹത്തിൽ അല്ലാഹു നശിപ്പിച്ച പോലെ നമ്മളെ നശിപ്പിക്കാൻ നോക്കുകയാണ്. പ്രമാണവിശ്വാസം തളച്ചു കയറി. ഈനയിലെ ജനങ്ങൾ മലയാളങ്ങളിൽ ഒത്തുകൂടി അല്ലാഹുവിന്റെ കാരുണ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങി. അവിടുത്തെ പാവങ്ങൾ ആത്മാർത്ഥമായി ഏറ്റു പറഞ്ഞു. അല്ലാഹു അവരുടെ പ്രാർത്ഥന കേട്ടു. വീണ്ടും അവരുടെ മേൽ അനുഗ്രഹം ചെയ്തു. ഈ സമയം യൂസുഫ് നബി ഒരു ചെറിയ കപ്പലിൽ മറ്റ് യാത്രക്കാരോടൊപ്പം യാത്ര ചെയ്യുന്നു. ദിവസം ആ കപ്പൽ കാറ്റിനനുസരിച്ച് ശാന്തമായ ജലത്തിൽ ഒഴുകിക്കൊണ്ടിരുന്നു. രാത്രിയായപ്പോൾ കടൽ പെട്ടെന്ന് മാറി. ഭയങ്കരമായ കൊടുങ്കാറ്റ് വീശാൻ തുടങ്ങി. കപ്പൽ ആടി ഉയർന്നു. കപ്പലിലുള്ളവരെല്ലാം ഭയന്നു പോയി. കപ്പലിലെ ഭാരം കുറയ്ക്കാനായി കപ്പിത്താൻ ആളുകളോട് വിളിച്ചു പറഞ്ഞു. ആദ്യം ഇവിടുത്തെ സാധനങ്ങൾ കപ്പലിൽ നിന്ന് കടലിലേക്ക് വലിച്ചെറിഞ്ഞു. എന്നാൽ അതുപോലെയായിരുന്നു അവർക്ക് സൂക്ഷിക്കാനും ഭാരം കുറയ്ക്കണമായിരുന്നു. അവരിലൂടെ ആളെ കടലിലേക്ക് എറിയുന്നതിനായി തമ്മിൽ തീരുമാനിച്ചു. ഈ സമയം കപ്പലിന്റെ പുറകിലായി ഒരു വലിയ തിമിംഗലം അല്ലാഹുവിന്റെ നിർദ്ദേശത്താൽ കപ്പലിനെ പിന്തുടർന്നു. കടലിലേക്ക് എറിയേണ്ട ആളെ കണ്ടുപിടിക്കാണ് നറുക്കെടുപ്പ് നടത്തി. ആദ്യമായി വന്നത് യൂസുഫിന്റെ പേരായിരുന്നു. അവരുടെ ഇടയിൽ യൂസുഫ് യാതൊന്നിനാൽ അദ്ദേഹത്തെ കടലിലേക്ക് എറിയാൻ ആഗ്രഹിച്ചിരുന്നില്ല. രണ്ടാമത്തെ നറുക്കെടുപ്പിലും യൂസുഫിന്റെ പേര് തന്നെ വന്നു. പ്രവാചകന് ഒരു അന്തിമമായ അവസരം നൽകാൻ അവർ തീരുമാനിച്ചു. മൂന്നാമത്തേതും അവസാനത്തേതുമായ നറുക്കെടുപ്പിൽ യൂസുഫിന്റെ പേര് തന്നെ വന്നു. അല്ലാഹുവിന്റെ അനുമതിയില്ലാതെ ദൗത്യം ഉപേക്ഷിക്കുന്നതിനുള്ള ശിക്ഷയാണെന്ന് മനസ്സിലാക്കി അല്ലാഹുവിനോട് പ്രാർത്ഥിച്ചുകൊണ്ട് കടലിലേക്ക് എടുത്തു ചാടി. കപ്പലിലെ പിന്തുടർന്ന തിമിംഗലം യൂസുഫിന്റെ കണ്ണടിത്തട്ടിലോട്ട് പോയി. താൻ മരിച്ചിരിക്കുമെന്ന് കരുതി. എനിക്ക് ചലിക്കാൻ കഴിയുമെന്ന് മനസ്സിലായപ്പോൾ തന്റെ പ്രവൃത്തിയോട് പ്രാർത്ഥിക്കാൻ തുടങ്ങി. ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ. നീ അല്ലാതെ യാതൊരു ദൈവവുമില്ല, നീ എത്ര പരിശുദ്ധൻ, തീർച്ചയായും ഞാൻ അക്രമത്തിൽപ്പെട്ടു പോയി. പ്രവാചകന്റെ ആത്മാർത്ഥമായ പ്രാർത്ഥന അല്ലാഹു കേട്ടു. ഒരു കടൽ തീരത്ത് യൂസുഫിനെ പുറന്തള്ളി. പിന്നീട് തന്റെ ഗ്രാമമായ നീനയിലേക്ക് തിരിച്ചുപോയി. തന്റെ ഗ്രാമത്തിൽ നടന്ന സംഭവങ്ങൾ കണ്ട് അദ്ദേഹം ആശ്ചര്യപ്പെട്ടു. നീനയിലെ മുഴുവൻ ജനങ്ങളും അദ്ദേഹത്തെ സ്വാഗതം ചെയ്തു. ഏകദൈവമായ അല്ലാഹുവിനെ നമ്മൾ ആരാധിക്കുമെന്ന് അറിയിച്ചു. വളരെയധികം സന്തോഷമായി. പിന്നീട് അദ്ദേഹം വഫാത്താവുന്നവരെ അല്ലാഹുവിന്റെ സന്ദേശം കൊടുത്ത് ജീവിച്ചു. യൂസുഫിന്റെ ചരിത്രം